ഈശോയിൽ സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 33 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ കഥാപാത്രങ്ങളായിട്ട് വരുന്നത് വീട്ടുടമസ്ഥനുണ്ട്, നിരവധി കൃഷിക്കാരുണ്ട്, കൃഷിക്കാരുടെ പക്കലേക്ക് അയക്കപ്പെടുന്ന ഭൃത്യന്മാരുണ്ട്, ഉടമസ്ഥൻ്റെ മകനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിചിന്തനത്തിന് വിഷയമാകുന്ന മുന്തിരിത്തോട്ടവുമുണ്ട്. ദൈവമാണ് ഉടമസ്ഥൻ. അവിടുന്ന് ഏറ്റവും മനോഹരമായി ഏറെ ഒരുക്കത്തോടെ ഈ മുന്തിരിത്തോട്ടം നട്ട് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് അത് കൃഷിക്കാരെ ഏൽപ്പിക്കുന്നു. കൃഷിക്കാരെ പ്രഥമ അർത്ഥത്തിൽ യഹൂദ മത നേതാക്കന്മാരാണ്. ദൈവം ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് അയക്കുന്ന വേലക്കാരെ കാലാകാലങ്ങളിൽ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്മാരാണ്. ദൈവത്തിൻ്റെ ഇഷ്ടത്തെ പ്രഖ്യാപിക്കാൻ അയക്കപ്പെട്ട ആ പ്രവാചകന്മാരെ വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സക്രിയ പ്രവാചകനെ കല്ലെറിയുന്നു. ദിനവൃത്താന്തം 2-ാം പുസ്തകം 24-ാം അധ്യായം 21-ാമത്തെ വാക്യം. ജെറമിയ നിരവധി പീഡനങ്ങൾ നേരിടുന്നു. 20-ാം അധ്യായം 2-ാം വാക്യത്തിൽ ജെറമിയ ക്രൂരമായ മർദ്ദനത്തിനിരയാകും നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ ചരിത്രത്തിലുടനീളം ഈ പീഡനങ്ങൾക്കിരയാകുന്ന പ്രവാചകന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അവസാനം ദൈവം അയക്കുന്ന സ്വന്തം മകനെ പോലും അവരെ പരിഗണിക്കുന്നില്ല, മകനെ വധിക്കുകയാണ്. ഈ സുവിശേഷം വായിക്കുമ്പോൾ താഴെ പറയുന്ന ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാം. ഒന്നാമത്, ഉടമസ്ഥൻ എത്രമാത്രം കരുതലോടെയാണ് ഈ മുന്തിരിത്തോട്ടം ഒരുക്കുന്നത്. സാധാരണ ഒരു മുന്തിരിത്തോട്ടത്തിനേക്കാൾ ഉപരിയായി തൻ്റെ പ്രിയപ്പെട്ട മുന്തിരിത്തോട്ടം അതിനെ നട്ടുപിടിപ്പിക്കുന്നു, ചുറ്റും വേലി കെട്ടുന്നു, മുന്തിരിച്ചക്ക് സ്ഥാപിക്കുന്നു, ഗോപുരം നിർമ്മിക്കുന്നു. ഏറ്റവും നല്ലൊരു മുന്തിരിത്തോട്ടമായി വളരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കുന്ന നല്ല വീട്ടുടമസ്ഥൻ സ്വാഭാവികമായിട്ടും നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഫലങ്ങൾ നൽകാൻ സാധിക്കുന്നില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏറെ അത്ഭുതങ്ങൾ ചെയ്ത്, ഏറെ കാര്യങ്ങൾ ചെയ്ത് ഒരുക്കത്തോടെ ദൈവം നമ്മുടെ ഈ കൃഷിസ്ഥലത്തെ ഒരുക്കി കാത്തിരിക്കുകയാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകുകയാണ്. നമുക്കറിയാം, ആദ്യം വേലക്കാരെ അയച്ചു, പിന്നീട് വീണ്ടും കൂടുതൽ വേലക്കാരെ അയക്കുന്നു, പിന്നീട് മകനെ തന്നെ അയക്കുന്നു. അതിൻ്റെ അർത്ഥം വീണ്ടും വീണ്ടും ദൈവം നമുക്കായിട്ട് അവസരങ്ങൾ നൽകുന്നു എന്നുള്ളതാണ്. നല്ല ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കടമയുണ്ട്. അതിനാവശ്യമായതൊക്കെ ദൈവം ചെയ്തു. ഇനി ഞാനാണ് ബാക്കിയെല്ലാം ചെയ്യേണ്ടത്. മുമ്പ് കാലത്തിലായിരിക്കുന്ന നാം നമ്മുടെ ജീവിതത്തിലെ ആധ്യാത്മികവും ഭൗതികവുമായ ഫലങ്ങൾ നൽകുന്നുണ്ടോ എന്നുള്ളത് നമ്മളെപ്പറ്റി തന്നെ ആത്മവിമർശനത്തോടെ വിലയിരുത്താൻ നമുക്ക് സാധിക്കണം. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, ഇവിടെ ഈ മുന്തിരിത്തോട്ടം കർത്താവ് മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. യഥാകാലം ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതൊക്കെ അർത്ഥപൂർണമാണ് എന്ന് കരുതുകയാണ്. അതായത് നമ്മളെന്നും ദൈവം നൽകുന്ന കൃപകളും അനുഗ്രഹങ്ങളും അതൊക്കെ ദൈവം തന്നുകൊണ്ടേയിരിക്കുമെന്ന് ചിന്തിക്കുന്നവരാണ്. അതുമല്ലെങ്കിൽ ചിലരൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ ക്രൈസ്തവർ മറ്റുള്ളവരെക്കാൾ ഭേദപ്പെട്ടവരാണ്. മറ്റുള്ളവർക്ക് ഈ സാൻമാർഗിക നിയമങ്ങളൊന്നും ഇല്ലാത്തതിനാൽ തീർച്ചയായിട്ടും അവർക്കുമുണ്ട്, പക്ഷേ ലിഖിതമായ ഏറെ നിയമങ്ങളൊക്കെ നമുക്കാണുള്ളത്. അതുകൊണ്ട് നമ്മൾ അതൊക്കെ പാലിക്കുന്നവരാണ്, ഏറെ മെച്ചപ്പെട്ടവരാണെന്നൊക്കെ ചിന്ത പലരുടെയും മനസ്സിലുണ്ട്. വേറെ ചിലരൊക്കെ നിസ്സംഗതയോടെ
ഇങ്ങനെ മുന്നോട്ട് പോകുന്നവരാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയുമില്ല, അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ദൈവം നൽകിയ കൃപകളും അനുഗ്രഹങ്ങളുമൊക്കെ അത് മറ്റുള്ളവർക്ക് നൽകപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ കൂടുതൽ ഫലം നൽകുമായിരുന്നു എന്നുള്ള ചിന്തയാണ് നമ്മൾ നയിക്കേണ്ടത്. ഈ നോമ്പുകാലത്തിൽ നമുക്ക് നല്ല വിമർശനം നമ്മെപ്പറ്റി തന്നെ നടത്താം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, സുവിശേഷത്തിലെ ഈ 44-ാമത്തെ വാക്യമാണ്. ഈ കല്ലിൽ വീഴുന്നവൻ തകർന്നു പോകും, ഇതാരുടെ മേൽ വീഴുന്നുവോ അവനെ അത് ധൂളിയാക്കും. വാക്കുകളുടെ അർത്ഥം എന്താണ്? നമുക്കറിയാം, ഭൂഗുരുത്വ ആകർഷണം, തിയറി ഓഫ് ഗ്രാവിറ്റേഷൻ, അത് നമ്മെ ഭൂമിയോട് ചേർത്ത് നിർത്തുന്ന നിയമമാണ്, സ്വാഭാവിക നിയമമാണ്, അത് ദൈവം നൽകിയിട്ടുള്ള നിയമമാണ്. ഇതിനെതിരായിട്ട് നീങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് നമ്മുടെ നാശത്തിന് കാരണമാകും. ഈ വലിയ കല്ല് നമ്മുടെ മേൽ വീണാൽ, നാം ഈ കല്ലിൽ വീണാൽ ഒക്കെ അവസ്ഥ ഒന്ന് തന്നെയാണ്. അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ പദ്ധതിക്ക് മറുതലിക്കുന്നവന് നാശം തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഒരു മുന്നറിയിപ്പായിട്ട് കൂടി നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. ദൈവം പ്രതീക്ഷയോടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഫലത്തിനായിട്ട് കാത്തിരിക്കുന്നു. അവിടുന്ന് ആവശ്യമായതൊക്കെ ചെയ്തെങ്കിൽ ഞാനും ഈ ഫലം നൽകാൻ ആവശ്യമായതൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് നൽകപ്പെടാം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെടാം, നമ്മുടെ നാശത്തിനും കാരണമാകാം. മറ്റു വായനകളെപ്പറ്റി കൂടി ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, ബാബേൽ ഗോപുരം പണിയുന്ന മനുഷ്യരെ ചിതറിക്കപ്പെടുകയാണ്. വിഭാഗീയതയാണ് അവിടെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. ഒരുപക്ഷെ ഇന്ന് നാശത്തിലേക്ക് നയിക്കുന്നത് മനുഷ്യർ തമ്മിൽ, സഭകൾ തമ്മിൽ, സഭയുടെ ഉള്ളിലുള്ള വിഭാഗീയതയാണ്. വിഭാഗീയതയുടെ മക്കളാണ് നമ്മളെങ്കിൽ തീർച്ചയായിട്ടും ഈ നാശത്തിൻ്റെ വഴിയിലാണ് നാം എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. റോമാലേഖനം 8-ാം അധ്യായം 12-ാം വാക്യം മുതൽ ഉള്ള പൗലോസ്ലീഹായുടെ പ്രബോധനത്തിൽ നമ്മൾ കാണുക, ജഡികതയാണ് ഇന്ന് നമ്മെ നശിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. ദൈവത്തിൻ്റെ മക്കളാകാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വഴി തുറന്ന് കാണിക്കുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഈ സന്ദേശമാണ് ശ്ലീഹ ഇന്ന് നമുക്ക് നൽകുന്നത്. നോമ്പുകാലത്തിന് അനുഗ്രഹങ്ങൾ ഏവർക്കും നേർന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.